بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരെ അള്ളാഹു താല സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ എത്തിക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് നേടാൻ പരമാവധി പരിശ്രമിക്കുന്ന ഏറ്റവും വലിയ ഒരു കർമ്മത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി അവിടുത്തെ സ്വപ്നത്തിൽ ദർശിക്കുക എന്ന മഹാഭാഗ്യത്തിന് വേണ്ടിയാണ്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടും, ഇത്രയധികം സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയിട്ടും എന്തുകൊണ്ട് മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന സങ്കടം പലർക്കും ഉണ്ട്. അല്ലാഹു തആല ആ സങ്കടം പരിഹരിച്ചു തരട്ടെ. ഈ സങ്കടത്തിന് അടിസ്ഥാനപരമായി ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന ഈ സങ്കടത്തിന് അടിസ്ഥാനമുണ്ട്. കാരണം മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് വചനം തന്നെയാണ്. ലോകാവസാനത്തിന്റെ അടയാളമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ പോലും കിട്ടാത്ത ഒരവസ്ഥ. തീരെ അത് ലോകത്ത് നടക്കുന്നില്ല എന്നല്ല ഈ പറഞ്ഞത്, ലോകത്ത് നടക്കുന്നുണ്ട്. അള്ളാഹു ഭാഗ്യം ചെയ്ത ഒരുപാട് ആളുകൾക്ക് അവിടുത്തെ കാണാനും അവിടുത്തോടൊപ്പം സ്വപ്നത്തിലൂടെ സംഗമിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. അള്ളാഹു ആ ഭാഗ്യം തരട്ടെ. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മഹാനായ ഇമാം മനാവി അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീറിൽ ജാമിഉ സഗീറിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു ഹദീസ് വചനത്തിൽ കാണാൻ നമുക്ക്, അവ്വലു മാ യുർഫഉ അർറുക്നു, ഈ ലോകാവസാനത്തിന്റെ തൊട്ടുമുന്നയായി ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നത്, ലോകാവസാനത്തിന്റെ മുന്നേ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം ഉയർത്തുന്നത് അർറുക്നു, അതായത് റുക്കുനുൽ യമാനി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരിശുദ്ധമായ കഅബ പൊളിക്കുക എന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാകുമെന്നാണ് ആ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിനെ ഹിഫ്ളാക്കുന്ന ആളുകൾ അതിനോട് ആത്മാർത്ഥത പുലർത്താത്ത ഒരു കാലമായിരിക്കും. അതുപോലെ തന്നെ ലോകാവസാനത്തിന്റെ മുന്നേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ആത്മീയ നഷ്ടങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ കാണുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നത് ഒരുപാട് അധ്വാനിച്ചിട്ടും നടക്കാതെ പോകുന്ന ഒരവസ്ഥ ലോകാവസാനത്തിന്റെ മുന്നേ ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് എന്തുകൊണ്ട് മുത്തിനെ കാണാൻ പറ്റുന്നില്ല? അതിന്റെ കാരണം ലോകാവസാനത്തിന്റെ മുന്നേ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. എന്താണ് അങ്ങനെ ആവാൻ കാരണം? നമ്മുടെ പരിസരം നമ്മുടെ നന്മയേക്കാൾ കൂടുതൽ തിന്മ കൊണ്ട് നിറയുന്നു എന്നുള്ളതാണ്. നമ്മുടെ പരിസരം അങ്ങനെ തിന്മ കൊണ്ട് നിറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ കൺമുന്നിൽ നമുക്ക് ഹറാമുകൾ കൂടുതൽ വരുന്നു. നമ്മുടെ ഖൽബിന്റെ അകത്ത് ഹറാമുകൾ കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതകൾ ഏറുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ കാലഘട്ടത്തിൽ ഇത് ശ്രമകരമാണ്. എന്നാൽ നമ്മുടെ ശ്രമം നമ്മൾ നിർത്തേണ്ടതുണ്ടോ? ഇല്ല. നമ്മൾ സത്യവിശ്വാസികളാണ്. അള്ളാഹു സത്യവിശ്വാസികളുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് നൽകട്ടെ. നമ്മൾ ഈ ശ്രമം തുടരുക തന്നെ ചെയ്യണം. നമ്മൾ ഇത് കണ്ടേ പറ്റൂ എന്ന അധ്വാനത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെയെങ്കിൽ സാന്ദർഭികമായി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കലല്ലാതെ, സുന്നത്തുകളെ മുറുകെ പിടിക്കലല്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ മറ്റൊരു മാർഗമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലുക എന്ന ഒരു തീരുമാനത്തിലാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. സാധാരണ നിസ്കാരത്തിലൊക്കെ ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ആ സ്വലാത്ത്, അത് നമ്മൾ പരമാവധി ചൊല്ലുക. മഹാന്മാരായ തസവുഫിന്റെ ആലിമീങ്ങൾ പറയുന്നത് എല്ലാ ദിവസവും 100 പ്രാവശ്യം ആ സ്വലാത്ത് ചൊല്ലിയാൽ ഇത് സാധ്യമാകും എന്നുള്ളതാണ്.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ധാരാളം അതേക്കുറിച്ച് അവരുടെ അനുഭവങ്ങൾ കുറിക്കുന്നതും നമുക്ക് വായിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തുകൊണ്ട് സ്വപ്നത്തിൽ കാണുന്നില്ല എന്നതിന്റെ കാരണം പറഞ്ഞു. അത് ലോകാവസാനത്തിന്റെ ഒരു അടയാളമാണ്. 2, നമ്മൾ അതിനായി ചൊല്ലേണ്ട സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞു. 3, എങ്ങനെയാണ് നബിയെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ, ഇത് നബിയാന്ന് എങ്ങനെ ഉറപ്പിക്കാം, ആ ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ പറയാനുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൊണ്ട് നമുക്ക് ആരംഭിക്കാം. രസകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആ ഹദീസ് കൊണ്ട് തന്നെയാണ് ആ അധ്യായത്തിന് മഹാനവറുകൾ പേര് വെച്ചിട്ടുള്ളത്. ഒരു അധ്യായത്തിന് ഒരു ഹദീസ് കൊണ്ട് പേര് വെച്ച് ആ ഹദീസ് ചർച്ചയാക്കുമ്പോൾ സ്വഹീഹ് മുസ്ലിം പോലെയുള്ള പ്രബലമായ ഒരു പ്രമാണത്തിൽ അങ്ങനെ ഒരു ഹദീസിനെ അധ്യായമാക്കും വിധം മഹാനവറുകൾ തെരഞ്ഞെടുത്തുവെങ്കിൽ ഹദീസ് ലോകത്ത് ആ ഹദീസ് അത്ര പ്രാധാന്യമാണ്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വലിയ പ്രമാണം ഹദീസാണ്. ഹദീസുകളിൽ ഈ ഹദീസുകൾക്കൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഏതാണ് ആ ഹദീസ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വചനം ഇതാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റആനി, സംശയിക്കേണ്ട, തീർച്ചയായും കണ്ടത് എന്നെ തന്നെയാണ്. ഇനി അതിൻ്റെ അകത്ത് വേറെ ഒന്നും ആലോചിക്കണ്ട. അപ്പൊ നബി ഒന്ന് മാറുന്ന പോലെയാണ് ഞാൻ കണ്ടത്, അവിടുത്തെ ഒരു ചെറിയ രൂപമാണ് ഞാൻ കണ്ടത്, അവിടുത്തെ തലപ്പാവാണ് ഞാൻ കണ്ടത്, അത്രേ കണ്ടുള്ളൂ. അതിനർത്ഥം നീ അവിടം വരെ എത്തിയിട്ടുള്ളൂ എന്നാ. നമ്മുടെ നാട്ടിലൊരു വലിയ പ്രമാണി ഒരു കൊട്ടാരം പണിത്, ആ കൊട്ടാരം മുഴുവനും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിന്റെ നടയായിരിക്കും കണ്ടത്, ഒരു പക്ഷേ അതിന്റെ മുറ്റത്ത് നട്ടിരിക്കുന്ന ചെടിയായിരിക്കും കണ്ടത്. എന്നാലും അത് അവിടം വരെ എങ്കിലും എത്തിയല്ലോ. ഹബീബിനെ കണ്ടത് എത്ര മാത്രമാണോ അത്രയും കണ്ടത് ഹബീബിനെ തന്നെയാണ്. സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്നു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ തീർച്ചയായും കണ്ടത് എന്നെ തന്നെയാണ്. അടുത്ത ഒരു ഹദീസാണിത്. എന്നിട്ട് പറയുന്നു, എന്ത് എന്നെ തന്നെ എന്ന് പറയാൻ കാരണം എന്റെ രൂപത്തിൽ ഒരിക്കലും പിശാച് വരൂല. പിശാച് ഏതു രൂപത്തിൽ വന്നാലും എന്റെ രൂപത്തിൽ ഒരിക്കലും വരൂല. അതുകൊണ്ട് സ്വപ്നത്തിൽ വരുന്ന പൈശാചികമായ പ്രശ്നങ്ങളിൽ ഒരിക്കലും പിശാച് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥകൾ പലതും ഉണ്ടാകാം. മുത്ത് നബിയെ കണ്ടത് ഒരിക്കലും പൈശാചികം ആവൂല, അത് നബി തന്നെയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ആ കണ്ടു എന്ന് തോന്നിയത് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ഒരു കാര്യം ഇതിനോടനുബന്ധമായി പറയട്ടെ. ഖൈർ ഇല്ല എന്നുള്ളടത്ത് ഇത് പറയാൻ നിൽക്കരുത്, ഇത് മറ്റൊരാളോട് പറയാൻ നിൽക്കരുത്, ആരോടും പറയേണ്ടതില്ല. അത് അള്ളാഹു തരുന്ന അമൂല്യമായ ഒരു രഹസ്യമല്ലേ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാ, നിലനിർത്താം. ഖൈർ എന്ന് തോന്നുന്നിടത്ത് അത് പറയേണ്ടതാണെങ്കിൽ പറയാമെന്നൊരു തോന്നൽ അള്ളാഹു നമുക്ക് തരുന്നൊരു സന്ദർഭമുണ്ട്, അന്നേരം മാത്രം അത് പറയാവുള്ളൂ, അല്ലാത്തപ്പോൾ ഇത് പറയാനേ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പല പ്രാവശ്യം കണ്ടവരായിരിക്കും ചിലപ്പോ എവിടെയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളത്, അതും ഏറ്റവും കുറഞ്ഞതേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമുക്കൊരുപാട് പണം ഒരു സ്ഥലത്ത് നിന്ന് സ്വകാര്യമായി കിട്ടുന്നു, ഹലാലായ വഴിയാണെങ്കിൽ പരമാവധി അത് ആരോടും പറയൂല നമ്മൾ. എന്താ, അതൊരു വലിയൊരു ഔദാര്യമായ ഒരു നേട്ടമായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അത് ആരോടെങ്കിലും പറഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുണ്ട് അല്ലേ. എന്നാൽ അതിലും എത്രയോ പ്രാധാന്യം ഈ കാര്യത്തിന് കൊടുക്കേണ്ടത്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ റആനി ഫിൽ മനാം, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ ഇഖ്ളാ, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നീട് അവൻ നേരെ ഉണർവിൽ എന്നെ കാണാം. ഉണർവിൽ കാണും. വഫാത്തായ നബി തങ്ങളെ ഉണർവിൽ കാണാൻ പറ്റും. ഇതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്വപ്നത്തിൽ വഫാത്തായ നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ ആ കണ്ടവന് ശരിയായ രൂപത്തിൽ ഉണർവില് റസൂലുള്ളാഹിനെ കാണാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ എന്നത് പണ്ഡിതന്മാർ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് നേർക്ക് നേർ എന്താണോ പറഞ്ഞത് ആ അർത്ഥം തന്നെയാണ് അതിന്റെ വ്യാഖ്യാനമായി മഹാന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. പലരുടെ അനുഭവം ഉണ്ട് റസൂലുള്ളാഹി നേരെ വന്നത്. അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുമല്ലോ. എവിടെയുണ്ട്?
فوق البراق مسرجا مزموما ترقي يساير كالأمين نديما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. പരിശുദ്ധമായ ഇസ്രാഇന്റെ യാത്ര ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചുകൊണ്ട് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ വഫാത്തായ മഹാന്മാരായ അമ്പിയാക്കളെ നേരെ കാണുന്നു. മഹാന്മാരായ മുഫസ്സിരീങ്ങളും മുഹദ്ദിഥീങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്, അവരുടെ റൂഹും ശരീരവും ഒരുമിച്ചാ സംഗമിച്ചെന്ന. അപ്പോ മരണപ്പെട്ടു എന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള മഹാന്മാരിൽ മഹാന്മാരായ ആളുകൾക്ക് മരണപ്പെട്ടു എന്നതൊരു പ്രശ്നമേ അല്ല. അവർ നേരെ വരാം എന്ന രീതിയിൽ മഹാന്മാരെ മുഹദ്ദിഥീങ്ങൾ ഈ ഹദീസിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ പിന്നീട് അവൻ എന്നെ നേരെ കാണും. അപ്പൊ നേരെ കാണുന്നവരെ സ്വപ്നത്തിൽ കണ്ടത് ആരോടും പറയാതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നേർക്ക് നേർ കാണാൻ പറ്റും, ഉണർവിൽ കാണാൻ പറ്റും എന്നത് തന്നെയാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്ന് ചില മുഫസ്സിരീങ്ങൾ, ചില മുഹദ്ദിഥീങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം. എന്നാൽ അത് മരണനേരത്തായിരിക്കാം, ഒരു പക്ഷേ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സത്യവിശ്വാസിക്ക് 3 സന്ദർഭം കാണാനുള്ളത്. ഒന്ന് അവന്റെ സ്വപ്നത്തിൽ, രണ്ടാമത് മരണനേരത്ത്, മൂന്നാമത് ഒരു മുറബ്ബിയായ ശൈഖിന്റെ മുരീദായി ദിക്റിന്റെ ഹാലിൽ അള്ളാഹ് എന്ന വിചാരം മനസ്സിൽ നിന്ന് പോവാതെ ഇങ്ങനെ അതിൽ ലയിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അങ്ങനെ മുറബ്ബിയായ ശൈഖൊക്കെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. അത്രത്തോളം പ്രശ്നം പിടിച്ച വ്യാജ തുരീഖത്തുകളുടെ വിളയാട്ടം നടക്കുന്ന കാലമാണ്. അങ്ങനെയുള്ള മഹാന്മാരിൽ മഹാന്മാരായ മുറബ്ബിങ്ങളെ, അവരുടെ ദിക്റുകളൊക്കെ സ്വീകരിച്ച അവരുടെ കൂടെ ഒരു ശിഷ്യനായി കൂടുന്ന കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കണ്ണടച്ചുള്ള ഇരിപ്പിൽ കാണാൻ പറ്റും എന്നൊക്കെ തസവുഫിന്റെ ആലിമ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 സന്ദർഭം. അപ്പം എന്നെ ഉണർവിൽ പിന്നീട് കാണും എന്ന് പറഞ്ഞതിന് ഇമാം നബവി ശറഹ് മുസ്ലിമിൽ പറയുന്ന അതിന്റെ മറ്റൊരു വ്യാഖ്യാനം, യറാഹു ഫിൽ ആഖിറത്തി റുഇയതൻ ഖാസ്സത ഫിൽ ഖുർബി മിൻഹു വഹുസൂൽ ശഫാഅ. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം ആഖിറത്തിൽ ഒന്ന് കാണാൻ കഴിയും. ഒരു സ്പെഷ്യൽ കൂടിക്കാഴ്ച മുത്തുനബിയുമായി നിനക്ക് ആഖിറത്തിൽ കിട്ടുമെന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇമാം നബവി രേഖപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഈ സ്വപ്നത്തിൽ കണ്ടു എന്നതിന്റെ പേരിൽ ഉറപ്പായിട്ടും ഷഫാഅത്തും കിട്ടും എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമില് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കാണാം. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ഉദ്ധരണികൾ. ഇനി കണ്ടോളൂ, സ്വപ്നം കാണാന്നുള്ളത് ഒരു പ്രത്യേക അനുഭവം. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ശരിക്കും അതിന്റെ ഒരു റിയാലിറ്റി നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം അശ്ശൈഖ് അലാഉദ്ദീൻ അൽ മുത്തഖിൽ ഹിന്ദി തങ്ങൾ അദ്ദേഹത്തിന്റെ കൻസുൽ ഉമാൽ എന്ന് പറയുന്ന കിതാബിൽ ഒരു ഹദീസ് പറയുന്നത് കാണാം, മൻ റആനി ഫിൽ മനാമി, അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഫലൻ യദ്ഖുലൻ നാറ, ഒരിക്കലും അവൻ നരകത്തിലേക്ക് പോവൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ ഒരിക്കലും അവൻ നരകത്തിൽ കടക്കൂല. വമൻ സാറനി ബഅദ മൗതി, ഞാൻ വഫാത്തായ ശേഷം ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ, അവിടത്തെ പോയി സിയാറത്ത് ചെയ്താൽ, വജബത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് നിർബന്ധമായി കഴിഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ ചെയ്യുന്ന ഉംറകൾ ഹജ്ജുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഹജ്ജിനുള്ള അവസരം അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തരട്ടെ. ഇനിയുള്ള കാലം വലിയ പ്രയാസമാണ്. എന്നെ ആരെങ്കിലും ജീവിതകാലത്ത് വന്ന് സിയാറത്ത് ചെയ്താൽ, എന്റെ വഫാത്തിന് ശേഷം ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ അവന് എന്റെ ശഫാഅത്ത് നിർബന്ധമായി. വമർ റആനി ഫഖദ് റആനി ഹഖ്ഖാ, എന്നെ ഒരാൾ കണ്ടാൽ, സ്വപ്നം കണ്ടാൽ എന്നല്ല, എന്നെ ഒരാൾ കണ്ടാൽ, മൻ റആനി, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഹദീസുകളൊക്കെ ഫിൽ മനാം എന്ന് പ്രത്യേകം പറഞ്ഞു, സ്വപ്നത്തിൽ എന്ന്. ഈ ഹദീസിൽ പറയുന്നു വമൻ റആനി, ആരെങ്കിലും എന്നെ കണ്ടാൽ ഫഖദ് റആനി ഹഖ്ഖാ, ഹഖ്ഖായിട്ടും അത് ഞാൻ തന്നെയാണ്. കാരണം ഫഇന്ന ശൈത്വാന
ലാ യതമസ്സലു ബി, അവിടുത്തെ ഷറഫാക്കപ്പെട്ട രൂപത്തിലേക്ക് ഒരു പിശാചിനും രൂപഭേദം മാറ്റാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് മഹാന്മാര് അവിടുത്തെ അനുഭവിച്ച അനുഭവങ്ങൾ ധാരാളം കാണാൻ പറ്റും. ഇബ്നു തൈമിയുടെ ശിഷ്യനായ ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ ഒരു സംഭവം പറയുന്നത് കാണാം. മഹാനായ അശ്ശൈഖ് താജുദ്ദീൻ അൽ കന്ദീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് ഇമാം ഇബ്നു കസീർ അൽ ബിദായയിൽ പറയുന്നുണ്ട് ഒരു ഉദ്ധരണി. നമ്മളൊക്കെ വെള്ളിയാഴ്ചകളിലെ പള്ളിയിൽ കേൾക്കുന്ന വെള്ളിയാഴ്ച ജുമയുടെ ഖുതുബ മിക്കവാറും അത് രചിച്ചത്, മിക്കവാറും പള്ളികളിൽ അത് ഓതപ്പെടുന്നത് മഹാനായ ശൈഖ് ഇബ്നു നബാത്തൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇബ്നു നബാത്തി ഇമാമിന്റെ ഖുതുബയാണെന്നാ പറയാം. ഈ നബാത്തി ഇമാമിന്റെ ഒരു അനുഭവം അൽ ബിദായയില് മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. മഹാനായ ഇമാം നബാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ വഫാത്താകുന്നതിന്റെ ഏതാനും ആഴ്ച മുന്നേ വെള്ളിയാഴ്ചയിൽ ഒരു ഖുതുബ നടത്തി. ആ ഖുതുബയിലെ വിഷയം ബി ഖുതുബത്തുൽ മനാം, ഹബീബിനെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അന്ന് ചർച്ചയിലെടുത്തത്. അങ്ങനെ ഖുതുബ കഴിഞ്ഞു. വെള്ളിയാഴ്ച വന്നു, ജുമഅ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നു. വെള്ളി അസ്തമിച്ച് ശനിയാഴ്ച രാവായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമാഅത്തിൻ മിൻ സുഹാബിഹി ബൈനൽ മഖാബിർ. മഹാനായ ഇമാം നബാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാവിലെ അന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു മനോഹരമായ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കണ്ടത് ഒരു വിശാലമായ പള്ളിപ്പറമ്പിലെ മഖാബിറില്, പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ മറവ് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ നാട്ടില് പള്ളിപ്പറമ്പിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ മറവ് ചെയ്യുന്ന മയ്യത്തുകൾ, മുസ്ലിമീങ്ങളുടെ മയ്യത്ത് മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിലാണ് ഇപ്പോൾ സ്വപ്നം കാണുന്നത്. ആ ഖബർസ്ഥാനിൽ അള്ളാന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ കൂടെ വന്നിട്ടുണ്ട്. ഇബ്നു നബാത്തി തങ്ങൾ ഇങ്ങനെ നോക്കാണ്. വിശാലമായ ഖബർസ്ഥാനിൽ അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബികളുമായി വന്നു നിൽക്കുന്നു. ഫലമ്മാ ഖബല അലൈഹി, ഖബർസ്ഥാൻ സന്ദർശനം കഴിഞ്ഞിട്ട് ഇബ്നു നബാത്തി തങ്ങളുടെ അടുക്കിലേക്ക് റസൂലുള്ളാഹി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളോട് മഹാനവറുകൾ എല്ലാ അദബിന്റെയും ആദരവിന്റെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അവിടുന്ന് മറുപടി കൊടുത്തു. എന്നിട്ട് പ്രത്യേകം അവിടുത്തെ മഹാനായ നബാത്തി ഇമാമിനോട് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മംഗളം അർപ്പിച്ചു, സ്വാഗതം പറഞ്ഞു. മർഹബം ബി ഖതീബിൽ ഖുതബാ, ഓ പ്രഭാഷകനെ എന്ന് വിളിച്ചു. അവിടുന്ന് സംബോധന ചെയ്തു. സ്വപ്നത്തിലാണ് കേട്ടോ. അവിടുത്തെ സ്വപ്നം ശരിയായ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത്, ആ റിയാലിറ്റി പൂർണ്ണമായും ഉണ്ട് എന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർസ്ഥാനിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇബ്നു നബാത്തി തങ്ങളോട് ഖബർസ്ഥാനിയെ കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചു. ഇബ്നു നബാത്തി തങ്ങൾ ഖബർസ്ഥാനിയെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. പ്രഭാഷകനാണല്ലോ. ചടുലമായ സാഹിത്യം, മനോഹരമായ വാഗ്ദോരണി. കഅന്നഹും ലം യകൂനുൽ ഉയൂനി ഖുറാ വലം യഉദ്ദു ഫിൽ അഹ്യാഇ മറാ അബാദഹുമുല്ലദീ ഖലഖഹും വഅസ്കതഹുമുല്ലദീ അൻതഖഹും വസയജിദുഹും കമാ അഖലഖഹും വയജ്മഉഹും കമാ ഫറഖഹും. അങ്ങനെ പറയാൻ തുടങ്ങി. ഒരിക്കലും വിചാരിച്ചിട്ടില്ല മരിച്ചു പോകുന്നവൻ ശാശ്വതമായി ദുനിയാവിന്റെ കാലയളവോളം മണ്ണിന്റെ അടിയിൽ കിടക്കാനാണ് ഈ ഖബർസ്ഥാൻ ഒരുക്കപ്പെട്ടതെന്ന് ഒരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ ആരും ചിന്തിക്കാറില്ല. അവരെ ജീവിതത്തിന്റെ ഹരിതാപ കാലങ്ങളിൽ നിന്നും ഖബറിന്റെ ഗോഹരങ്ങളിലേക്ക് കൊണ്ടുവന്നത് അള്ളയാണ്. അവിടെ നിന്നും അവരെ പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും അള്ളാഹുവാണ്. അള്ളാഹു അവർക്ക് സംസാരിക്കാൻ ഭൂമിയിൽ വെച്ച് യഥേഷ്ടം അവസരങ്ങൾ കൊടുത്തു, കഴിവുകൾ കൊടുത്തു. എന്നാൽ സ്വഹാബികളെല്ലാവരും നിറഞ്ഞു നിൽക്കുന്നോടത്ത് ഖബർസ്ഥാനിന്റെ പരിസരത്ത് വെച്ച് നബാത്തി ഇമാം ഹബീബിനെ സാക്ഷിയാക്കിയിട്ട് ഖബർസ്ഥാനെ വ്യാഖ്യാനിക്കുകയാണ്. സ്വപ്നാണ്. ഈ ഖബർസ്ഥാനിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് വർത്താനം പറഞ്ഞ പ്രഗത്ഭരായ ആളുകളാരും ഈ ഖബർസ്ഥാനിൽ മിണ്ടിയിട്ടില്ല. ഇത് വളരെയധികം
വളരെയധികം നിശബ്ദമായി നിൽക്കുന്ന ഒരു ഭൂമികയായി മാറിയിരിക്കുക. കബറാളികളുടെ അച്ചടക്കം ഈ ഖബർസ്ഥാനിൽ ഒരു വല്ലാത്ത പ്രത്യേകതയായി നിൽക്കുക. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് മഹാനായ ഇമാം നബാത്തി തങ്ങള് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 143-ാമത്തെ ആയത്തങ്ങ് ഓതാൻ തുടങ്ങി. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا. ദീർഘമായ ആയത്തിന്റെ ആദ്യ ഭാഗം. ഇതുപോലെ എല്ലാ മനുഷ്യന്മാരെയും അവർക്ക് പ്രബോധകനായി വരുന്ന പ്രവാചകന്മാർ എത്തിച്ചു കൊടുത്തോ എന്ന രീതിയിൽ വിചാരണ നടത്താം. ആ നബിയെ ഈ സമൂഹത്തിന്റെ എതിരെയും വിചാരണയ്ക്ക് വേണ്ടി എത്തിച്ചു കൊടുത്തതല്ലയോ എന്ന് ചോദിക്കാം. ഇത് വിവരിക്കുന്ന ആയത്തും ഓതിയിട്ട് ആ സംഘത്തിൽ ഇബ്നു നബാത്തി തങ്ങളുടെ പ്രോജ്വലമായ പ്രഭാഷണം. സ്വപ്നമാണ് റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ച് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു നബാത്തി തങ്ങൾ കാണുന്ന ഒരു സ്വപ്നം, അല്ലാഹുവേ റസൂലുള്ളാഹിയുടെ സ്വപ്നം കാണുമ്പോൾ ഇങ്ങനെ കാണണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു നബാത്തി തങ്ങളെ ഹബീബ് അങ്ങ് വിളിച്ചു, ഉദുനു ഉദുനു, മോനെ ഇബ്നു നബാത്തി അടുത്തേക്ക് വരൂ, അടുത്തേക്ക് വരൂ. അഹ്സൻത അഹ്സൻത, നല്ല കാര്യമാണ് നീ പറഞ്ഞത്, നല്ല കാര്യമാണ് നീ ചെയ്തത്. ഫഖബ്ബല വജ്ഹാ, മഹാനായ ഇബ്നു നബാത്തി തങ്ങളുടെ മുഖത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചുംബനം കൊടുത്തു. വത്തഫല ഫീ, ആ വായിലേക്ക്, ഏത് വായി? അനായാസമായ വാഗ്വിലാസം കൊണ്ട് അറബി ഭാഷയെ അമ്മാനമാടുന്ന ചടുല സാഹിത്യത്തിന്റെ ഉടമയായ, കാര്യഗൗരവത്തോടുകൂടെ ആഖിറത്തെ ഓർമ്മപ്പെടുത്തുന്ന വാഗ്ദാനമാണ് ഈ ലോകത്തിന് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഇത്രയും അധികം ചടുലമായി പറയാൻ കഴിയാത്ത വിധം എല്ലാവരെയും തോൽപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായ ഖുതുബ സമർപ്പിച്ച ഇബ്നു നബാത്തി തങ്ങളുടെ പരിശുദ്ധമായ വായിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷറഫാക്കപ്പെട്ട ഉമിനീരൊഴിച്ചു കൊടുത്തു എന്നാണ് മഹാന്മാർ ഉദ്ധരിക്കുന്നത്. ബറക്കത്തിന് വേണ്ടി ഉമിനീരൊഴിച്ചു കൊടുത്തു. ഇത് ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ അൽ ബിദായയിലെ വെളുത്ത കടലാസിലെ കറുത്ത മഷിയിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്, ഞാൻ വെറുതെ പറയല്ല. മഹാനായ ഹബീബിന്റെ ഉമിനീര് കൊണ്ട് ഇബ്നു നബാത്തി തങ്ങളെ സന്തോഷിപ്പിച്ചു. ഹദീസിൽ കാണാൻ ധാരാളം സ്വഹാബികൾക്ക് പല രോഗങ്ങളും മാറിയിട്ടുള്ളത്, പല മുറിവുകളും ഭേദപ്പെട്ടിട്ടുള്ളത്, പലരുടെയും ജീവിതം തന്നെ നഷ്ടപ്പെട്ട് എത്രത്തോളം കണ്ണിൽ പോലും ഈ ഉമിനീരെത്തി കണ്ണിന്റെ കാഴ്ച വന്ന സംഭവം പോലും സിഹാഹിന്റെ കിതാബിൽ കാണാം. ഈ ഷറഫാക്കപ്പെട്ട ഉമിനീര വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, വഫഖഖല്ലാഹ്, അല്ലാഹു നിനക്ക് എല്ലാ കാര്യത്തിലും തൗഫീഖ് ചെയ്യട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇബ്നു നബാത്തി തങ്ങള് ഫസ്തൈഖാല, ചടി എഴുന്നേറ്റു. വബിഹി മിനസ് സുറൂരി അംറുൻ കബീർ, അന്ന് ഉണ്ടായ പോലത്തെ സന്തോഷം ആ ജീവിതത്തിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. വഅലാ വജ്ഹിഹി ബഹാഉ വനൂർ, അതിനു മുമ്പ് ആ മുഖത്ത് അതുപോലത്തെ ഒരു വെളിച്ചവും സന്തോഷവും പ്രൗഢിയും കാണപ്പെട്ടിട്ടില്ല. മഹാനായ ഇബ്നു കസീർ പറയുന്നു, വലം യഅ്ശ ബഅദ ദാലിക ഇല്ലാ 17 യൗമൻ, ആ സംഭവത്തിന് ശേഷം 17 ദിവസം മാത്രമാണ് നബാത്തി ഇമാം ജീവിച്ചിരുന്നിട്ടുള്ളൂ റഹ്മത്തുള്ളാഹി അലൈഹി. ആ 17 ദിവസവും ലം യസ്തതുഇം ബിതുആം, ഒരു ഭക്ഷണം വേണമെന്നും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല. വിശപ്പില്ല, ദാഹമില്ല. വകാന യൂജദു മിൻഹു മിസ്ലു റായിഹത്തിൽ മിസ്കി ഹത്താ മാത റഹിമഹുല്ലാഹ്, ആ മഹാൻ വഫാത്താകുന്ന സമയം വരെ മഹാനവറുകളുടെ വായയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, അവിടെ നിന്ന് കിടന്നുറങ്ങിയ റൂബിന്ന് കസ്തൂരിയുടെ വാസന വല്ലാതെ കിട്ടിയിരുന്നു. അവസാനം കഴിച്ച ഭക്ഷണം ഉമിനീര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീരാവട്ടെ എന്ന നിയ്യത്തിൽ ആ മഹാനുഭാവൻ ഭക്ഷണം തന്നെ കഴിച്ചിട്ടില്ല എന്ന ചില ഇമാമിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അൽ ബിദായ ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ട മഹാന്മാർ. അപ്പൊ മൻറആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ, എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ ഞാൻ അവന്റെ മുന്നിൽ നേർക്ക് നേർ ഉണർവിൽ എത്തും എന്ന് പഠിപ്പിച്ചത് ഇങ്ങനെയാവാം. അൽബിദായ അടച്ചു വെക്കാൻ വരട്ടെ, മറ്റൊരു സംഭവം കൂടി ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്.
അതേ സംഭവത്തെ കുറച്ചും കൂടി ലളിത ഭാഷയിൽ ഷെയ്ഖ് അലാഉദ്ദീൻ അൽ മുത്തഖിൽ ഹിന്ദി തങ്ങൾ അദ്ദേഹത്തിന്റെ കെൻസുൽ ഉമാലിലും മറ്റ് ധാരാളം ആളുകൾ അവരുടെ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിലൊക്കെ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവം, സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്ത്. പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, വീട്ടുതടങ്കലിൽ വെച്ചാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ശത്രു സമൂഹം അങ്ങനെ വീട്ടുതടങ്കലിൽ വെച്ചിട്ട് കൊന്നുകളയാ ചെയ്തത്. റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നായില റളിയല്ലാഹു അൻഹ പറയാണ്, മഹദി അവர்கள் പറയാ, ലമ്മ ഹസറ ഉസ്മാൻ ളില്ലൽ യൗമില്ലദി കാന ഫീഹി ഖത്ലുഹു സായിമ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി വീട്ടുതടങ്കലിൽ വെച്ച് ഇന്ന് മിക്കവാറും മഹാനെ കൊല്ലുമെന്നൊരു ബോധ്യം ഉണ്ടായി. നോമ്പിലായിരിക്കെ നോമ്പെടുത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഫാത്താകുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഫസയക്ഫികഹുമുല്ലാ എന്നൊരു പ്രയോഗം സൂറത്തുൽ ബഖറയിലുണ്ട്. ആ ആയത്തിലെത്തിയപ്പോഴാണ് മഹാനവറുകളുടെ വഫാത്ത് സംഭവിക്കുന്നത്. ആ ചോര പൊടിഞ്ഞു വീണ് ഈ ആയത്തിൽ അന്ന് കയ്യിലുണ്ടായിരുന്ന മുസഹഫിന്റെ കയ്യെഴുത്ത് പ്രതിയിൽ ഉണ്ടായതായും ആ മുസഹഫ് ഇപ്പോഴും ലോകത്തെ വളരെ പ്രശസ്തമായ പല മ്യൂസിയങ്ങളിലും ഉണ്ട് എന്നും അതേക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന അദ്ദേഹത്തെ മഹാനവറുകളെ വധിക്കുമെന്ന് മഹാനവറുകൾ മനസ്സിലാക്കിയ ദിവസം നോമ്പുണ്ട്. നോമ്പെടുക്കാൻ നിർബന്ധിതനായി. സുന്നത്ത് നോമ്പോടുകൂടെ വഫാത്താവാൻ തീരുമാനിച്ചു. അന്നത്തെ പകലിൽ മഹാനവറുകളെ അവർ കൊന്നില്ല. അന്നത്തെ പകല് കൊന്നില്ല, നോമ്പ് തുറക്കാൻ നേരായി. ഫലമാ കാന ഇഫ്താറുഹു സഅലഹുമുൽ മാ അൽ അദബ. ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ് അൽ ബിദായയിൽ, നോമ്പ് അന്ന് പകൽ കൊല്ലൂന്ന് വിചാരിച്ചു, കൊന്നില്ല. സ്വാഭാവികമായും നോമ്പ് തുറയുടെ നേരമെത്തി. നോമ്പ് തുറയുടെ നേരമായപ്പോ നോമ്പ് തുറക്കാൻ കുറച്ച് വെള്ളം, പച്ചവെള്ളം ചോദിച്ചു. അവർ പറഞ്ഞു ഫഅബൗ അലൈഹി, വെള്ളം കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. എന്ന് മാത്രമല്ല വഖാലു, അവർ പറഞ്ഞു, ഈ ശത്രുക്കൾ പറഞ്ഞു, ദൂനക ദാലിക റഖി, ആ കാണുന്ന കിണറിന്ന് വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കിണറിലെ വെള്ളം അപ്പൊ മഹാനവറുകൾ ചോദിച്ചു, ആ കാണുന്ന കിണറിലെ വെള്ളത്തിന് ദുർഗന്ധമല്ല, അത് കൊള്ളില്ലാത്ത വെള്ളല്ലേ, ആ ദുർഗന്ധമുള്ള ചീഞ്ഞളിഞ്ഞ വെള്ളമാണോ നോമ്പ് തുറക്കാൻ എനിക്ക് തരാം, ആ വെള്ളം ഞാൻ കുടിക്കണോ എന്ന് ചോദിച്ചു. അങ്ങനെ മഹദി അവர்கள் പറയാണ്, നായില റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നായില റളിയല്ലാഹു അൻഹ പറയാണ്, ഫലം യുഫ്തിർ, ആ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നില്ല. ഒരു വെള്ളം വേറെയും കിട്ടിയില്ല. നോമ്പ് തുറക്കാത്ത അവസ്ഥയിൽ മഹാനവറുകൾ തുടർന്നു. അപ്പോഴേക്കും ഈ മഹദി അവറുകൾ അവിടുത്തെ അയൽവക്കത്തൊക്കെ അന്വേഷിച്ചപ്പോ ഏതൊരു വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം നോമ്പ് തുറക്കാനായിട്ട് കിട്ടി. പാതിരാവായപ്പോഴേക്കും തളർന്ന് ക്ഷീണിതനായ ഭർത്താവിനെ നോമ്പ് തുറക്കാൻ ആരാണ് റബ്ബേ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിന്റെ കവാടത്തിൽ ഉസ്മാന്റെ പേരെഴുതിയത് മക്തൂബൻ ബി ബാബിൽ ജന്നത്തി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാമം സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലികുല്ലി നബിയ്യിൻ റഫീഖ് ഫിൽ ജന്ന വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെയും അവിടുത്തെ കൂട്ടുകാരിൽ പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും മഹദി അവറുകൾ നോമ്പ് തുറക്കാനുള്ള വെള്ളവും സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ മഹദി അവറുകൾ മഹാനവറുകളോട് പറഞ്ഞു, വെള്ളം നോമ്പ് തുറക്കാനുള്ള വെള്ളവുമായിട്ട് വന്നു കഴിഞ്ഞപ്പോ മഹദി അവറുകൾ കുടിക്കാൻ നിർബന്ധിച്ചു. മഹാനവറുകൾ കുടിച്ചില്ല എന്നു മാത്രമല്ല, മഹദി അവറുകൾ ആ വെള്ളം കുടിക്കാതെ വന്നപ്പോ ചോദിച്ചെന്തേ കുടിക്കാത്തത്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ വെള്ളം കുടിച്ചല്ലോ, പിന്നെന്തിനാ ഇനി കുടിക്കുന്നത്? മഹദി അവറുകൾ പറഞ്ഞു, മിൻ ഐന അകൽത വലം അറ അഹദൻ ബിതുആമിൻ വലാ ശറാബ്. വയറൊക്കെ നിറഞ്ഞ് നല്ല ക്ഷീണമൊക്കെ മാറിയ അവസ്ഥയിൽ അല്ല, എവിടുന്നപ്പോ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടിയത്? ഞാൻ കുടിച്ചു, ഞാൻ കഴിച്ചു, ഞാൻ കഴിച്ചു, എവിടെന്നാ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. മഹാനവറുകൾ പറഞ്ഞു, ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിനെ ഞാൻ കണ്ടു. സ്വപ്നത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. വ്യാകരണപരമായി നമ്മൾ ഈ പദത്തെ ഒന്ന് പഠിച്ചാൽ അതിന്റെ പ്രയോഗം തന്നെ റുഇയത്തുൽ ഐനാണ്. കണ്ണുകൊണ്ട് നേരെ കാണുന്നതിന് പറയുന്ന പ്രയോഗമാണ് റഅ എന്ന പ്രയോഗം. കണ്ണുകൊണ്ട് നേരെ കാണലാണ്, റുഇയത്തുൽ ഐനാണ്.
മഹാൻ പറഞ്ഞു, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹുവിന്റെ ഹബീബിനെ ഞാൻ കണ്ടു. ആ സമയം അള്ളാഹുവിന്റെ ഹബീബ് എന്റെ അടുക്കൽ വരുന്നത് എങ്ങനെയാണ്? നേരെ കണ്ടു. ആ കിടക്കുന്ന റൂമിന്റെ മച്ചുഭാഗം കണ്ടിട്ട് അങ്ങോട്ട് സൂചിപ്പിച്ചിട്ട് പറഞ്ഞതേ, ആ കാണുന്ന ആ വിണ്ടിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ആ ഭാഗത്തു കൂടി ഹബീബായ നബി തങ്ങൾ എന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അവിടുന്ന് അതിലൂടെ വെളിവായി ഒരു ബക്കറ്റ് നിറയെ വെള്ളവുമായി റസൂൽ എന്റെ അടുക്കൽ വന്നു. ഇതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇബ്നു കസീർ, ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇത്ര മനോഹരമായി എഴുതിയ ഈ വാക്കുകൾ നമ്മൾ കാണാതെയും കേൾക്കാതെയും പോരുത്. വേറെ കിതാബുകളിലുള്ളതൊന്നും ഉദ്ധരിക്കുന്നില്ല, കാരണം ഇതാണ് നമ്മൾ ഉദ്ധരിക്കേണ്ടത്. ഈ കാണുന്ന വിടവിലൂടെ റസൂലുള്ളാഹി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബക്കറ്റ് വെള്ളവുമായി എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇശ്റബ് യാ ഉസ്മാൻ, ഉസ്മാനെ അങ്ങ് കുടിക്കണേ റളിയല്ലാഹു അൻഹു. ഫശരിബതു ഹത്താ റുവീതു, എന്റെ ദാഹം മാറുന്നത് വരെ, മനസ്സിന് തൃപ്തി വരുന്നവരെ, നോമ്പ് പകല് മുഴുവൻ നോമ്പെടുത്ത് ഞാൻ ആ വെള്ളം കുടിച്ചു വയറ് നിറച്ചു. സുമ്മ ഖാല, അള്ളാന്റെ റസൂല് പിന്നെയും എന്നോട് പറഞ്ഞു, ഉസ്ദുദ്, കൂടുതൽ കുടിച്ചോ. ഫശരിബതു ഹത്താ നഹൽതു, ഞാൻ വയറങ്ങോട്ട് ശരിക്കും നിറച്ച് എന്റെ ദാഹവും ക്ഷീണമൊക്കെ മാറുന്നവരെ പിന്നെയും കുടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അന്നൽ ഖൗമ സയുൻകിറൂന അലൈക, നിന്നെ കൊല്ലാൻ വേണ്ടി, അങ്ങയെ കൊല്ലാൻ വേണ്ടി വേഷപ്രച്ഛന്നരായി അവിചാരിത സമയത്ത് ഒരു സംഘം ഇങ്ങോട്ട് കടന്നു വന്നേക്കാം. വന്നാൽ ഒരു പക്ഷെ അങ്ങേക്ക് ഒറ്റയ്ക്ക് പോരാടാൻ കഴിയുമെങ്കിൽ വിജയിക്കാം. അങ്ങേക്ക് ഒറ്റയ്ക്ക് പോരാടാൻ കഴിയാതെ വന്ന് വിജയം സംഭവിക്കാതെ വന്നാൽ അഫ്തർ തഴുന്തന, സംതൃപ്തി അടഞ്ഞോ, എന്റെ കൂടെ ഇവിടെ നോമ്പ് തുറക്കാൻ പറ്റിയില്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വന്ന് പറഞ്ഞിട്ട് പോയത് നേരെ 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 വന്നു എന്ന സയ്യിദന ഉസ്മാൻ. എന്നിട്ടോ ഇത് ഭാര്യയോട് പറയാം. ഭാര്യയോട് പറഞ്ഞാണ് ഇത് പുറത്തു വരുന്ന സംഭവം. മഹാനവറുകളോട് കഴിഞ്ഞ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ ശത്രു സമൂഹം ആ റൂമിന്റെ അകത്തേക്ക് കയറി വരികയും അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ തന്നെ മഹാനവറുകളെ കൊല്ലുകയും ചെയ്തു. ഈ സംഭവം മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിലും മഹാനായ ശൈഖ് അലാഉദ്ദീൻ അൽ മുത്തഖി ഹിന്ദി തങ്ങൾ ഹിജ്റയുടെ 975 വർഷം വഫാത്തായ മഹാൻ അദ്ദേഹത്തിന്റെ കെൻസുൽ ഉമാലിലും മറ്റ് ധാരാളം ഇമാമിങ്ങൾ അവരുടെ പല കിതാബുകളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പൊ നല്ല സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നിടത്ത് ഒരാൾക്ക് പരമാവധി എത്താൻ പറ്റുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അധ്വാനിച്ചാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. ഹജ്ജ് ഉംറയ്ക്കൊക്കെ പോകുന്നവർ അവിടെ പോയാൽ അവിടുന്ന് തന്നെ കാണാൻ വേണ്ടി അവിടുത്തെ ദുആക്ക് ഇജാബത്തുള്ള ഭാഗങ്ങളിൽ വെച്ചിട്ട് ദുആ ചെയ്യണം. അങ്ങനെ ഒരു അവസരമൊക്കെ ഇനി ഉണ്ടാവുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പരമാവധി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. ലൈലത്തുൽ ഖദറിൽ എല്ലാ അനുഗ്രഹങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ ഇത് ചോദിക്കണം. ദുആക്ക് എപ്പോൾ നമ്മൾ കൈ ഉയർത്തുന്നു ആ നേരത്തൊക്കെ ഇത് ചോദിക്കണം. ഇത് വലിയ പ്രാധാന്യമുള്ള അമലാണ്, വലിയ പ്രാധാന്യമുള്ള വലിയ കർമ്മമാണ്. പിന്നെ നമ്മൾ 3 കാര്യങ്ങളാണ് സംസാരിച്ചത്. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് എന്തുകൊണ്ട് നമുക്ക് മുത്തിനെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതിൽ വ്യക്തമാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകാവസാനത്തിന്റെ സമയമാകുമ്പോൾ അവിടുത്തെ കാണാനുള്ള അവസരം തന്നെ പലപ്പോഴും മനുഷ്യർക്ക് നഷ്ടപ്പെടും. മുത്തുനബിയെ സ്വപ്നം കാണാ എന്ന അവസരം കുറയൽ ലോകാവസാനത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദുൽ ഖദീറിൽ നമുക്ക് ഈ ഹദീസും അതിന്റെ വ്യാഖ്യാനവും കാണാം. പിന്നെ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ നമ്മൾ കൂടുതൽ ചൊല്ലേണ്ട സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നബിയാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? അത്രയും റിയാലിറ്റി ഉണ്ടാകും. ഒരിക്കലും പിശാച്ച് ആ രൂപത്തിൽ പ്രത്യക്ഷരാവില്ല എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ കണ്ടാൽ അത് എന്നെ തന്നെയാണെന്ന് ഉറപ്പിച്ചോ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കണ്ടാൽ നമ്മുടെ യോഗ്യത അല്പമാണ്, പൂർണ്ണമായും കണ്ടാൽ നമ്മുടെ യോഗ്യത പൂർണ്ണമാണ്. മഹാന്മാരായ പല ഉസ്താദുമാർ, വലിയ വലിയ മഹാന്മാർ സ്വപ്നത്തിൽ കണ്ട് പലതും നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, പലതും ചോദിച്ചിട്ടുണ്ട്, പല അയിമ്മത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങള് അവിടുത്തെ ഗുനിയലൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മൾ മുമ്പ് ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്.
ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ മരണവേദനയെ കുറിച്ച് തന്നെ നേരിട്ട് ചോദിച്ച് സംശയം തീർത്ത ഒരുപാട് മഹാന്മാരുടെ ചരിത്രവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പല സംഭവങ്ങൾ. അള്ളാഹു നമുക്ക് കബൂൽ നൽകട്ടെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ.